ഹായ് എവരിവൺ, നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് എംബഡ് സിസ്റ്റത്തിൻ്റെ തേർഡ് മൊഡ്യൂളാണ്. തേർഡ് മൊഡ്യൂളിൻ്റെ സിലബസ് നിങ്ങൾക്കറിയാം. മെമ്മറി ഡിവൈസസ് ആൻഡ് സിസ്റ്റം, മെമ്മറി മാപ്പിംഗ്, DMA, IO ഡിവൈസസ്, ഇൻട്രപ്റ്റ്സ്, ISR, ഡിവൈസ് ഡ്രൈവേഴ്സ് ഫോർ ISR, മെമ്മറി ഡിവൈസ് ഡ്രൈവേഴ്സ് ഫോർ ഓൺബോർഡ് ബസ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വഴിയായിട്ട് നോക്കാം. ആദ്യത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെമ്മറി ഡിവൈസസ് ആൻഡ് സിസ്റ്റംസ് ആണ്. അപ്പോൾ ഏതൊക്കെ തരത്തിലുള്ള മെമ്മറികൾ നമുക്ക് അവൈലബിൾ ആണ്? നമുക്ക് യൂഷ്വലി നമുക്കറിയാം അവൈലബിൾ ആയിട്ടുള്ള മെമ്മറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സാധാരണ നിങ്ങൾ ഉപയോഗിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാവുന്ന ഹാർഡ് ഡിസ്ക്, പെൻ ഡ്രൈവ്, അതായത് USB ഡ്രൈവ്, അല്ലെങ്കിൽ പിന്നെ CD, പിന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന മെമ്മറികൾ ഫ്ലോപ്പി, ഇങ്ങനെയുള്ള മെമ്മറികളൊക്കെ പലതരത്തിലുള്ള മെമ്മറികളുണ്ട്. പിന്നെ നമ്മൾ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് കമ്പ്യൂട്ടറൊക്കെ അധികം ഉപയോഗിച്ച് പരിചയമുള്ളവരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ സ്ലോട്ടിലേക്ക് ഇൻസേർട്ട് ചെയ്യാവുന്ന ഒരു കാർഡ് പോലത്തെ മെമ്മറി കിട്ടും. അതിനെ വിളിക്കുന്ന പേരാണ് റാം എന്ന് പറയുന്നത്. അപ്പോൾ റാം എത്രയും സ്പീഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. റാം കൂടുന്നതിനനുസരിച്ച് കമ്പ്യൂട്ടറിൻ്റെ സ്പീഡ് കൂടുമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും. അതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും സ്റ്റോർ ചെയ്ത് വെക്കുക സാധാരണ സെക്കൻഡറി മെമ്മറിയിലാണ്. പക്ഷേ പ്രോസസ്സറിന് എപ്പോഴും ഡാറ്റ എടുക്കാൻ എളുപ്പം കുറച്ച് പ്രൈമറി മെമ്മറി എന്നാണ്. അത് പ്രൈമറി മെമ്മറിയുടെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രോസസ്സറിൻ്റെ സ്പീഡ് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ പ്രോസസ്സറിന് ഒരു വർക്ക് കഴിഞ്ഞ ഉടനെ തന്നെ അടുത്ത ഡാറ്റ പിന്നാലെ കൊടുത്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ നമ്മൾ സെക്കൻഡറി മെമ്മറിയുടെയൊക്കെ കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കപ്പാസിറ്റി കൂടുതലായിരിക്കും, പക്ഷേ സ്പീഡ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. അപ്പോൾ അത്തരം സിറ്റുവേഷനിൽ സെക്കൻഡറി മെമ്മറിയിൽ നിന്ന് ഡാറ്റ നേരിട്ട് പ്രോസസ്സർ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോസസ്സറിൻ്റെ സ്പീഡിനനുസരിച്ചിട്ട് എഫിഷ്യൻസി കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ഇടയിൽ ഒരു പ്രൈമറി മെമ്മറി എന്ന് പറഞ്ഞിട്ടൊരു മെമ്മറി വന്നിട്ടുള്ളത്. അത്തരം പ്രൈമറി മെമ്മറികൾക്ക് എക്സാമ്പിളാണ് റാം മെമ്മറികൾ എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം പലതരത്തിലുള്ള റാം ഉണ്ട്, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറയാം, വഴിയെ പറയാം. റോം എന്ന് പറയുന്നതിന് എക്സാമ്പിൾ ഹാർഡ് ഡിസ്ക്, പെൻ ഡ്രൈവ്, നിങ്ങളുടെ CD, DVD, ഫ്ലോപ്പി, ഇങ്ങനത്തെയുള്ള മെമ്മറികളൊക്കെ സെക്കൻഡറി മെമ്മറികളാണ്. ടെമ്പററി ആയിട്ട് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നതാണ് റാം മെമ്മറികൾ എന്ന് പറയുന്നത്. പക്ഷേ പെർമനൻ്റ് ആയിട്ട് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നതാണ് സെക്കൻഡറി മെമ്മറികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കമ്പ്യൂട്ടർ ഓണായി വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോസസ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടറിലെ ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഹാർഡ് ഡിസ്കിൽ ഒരു സിനിമ കാണാമെന്ന് വിചാരിച്ചോ, സിമ്പിളായിട്ടൊരു സിനിമ കാണുകയാണെന്നുണ്ടെങ്കിൽ ഹാർഡ് ഡിസ്കിൽ നിന്ന് നിങ്ങൾ ആ സിനിമ എടുത്ത് അത് റാമിലേക്ക് മാറ്റി, റാം അത് പ്രോസസ്സറിന് കൊടുത്ത് പ്രോസസ്സ് ചെയ്ത് നിങ്ങളുടെ LCD മോഡ്യൂളിലേക്ക്, LCD സ്ക്രീനിലേക്ക് ഡിസ്പ്ലേ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് സിനിമ കാണുള്ളൂ. അതിന് ഓഡിയോയും വീഡിയോ സെപ്പറേറ്റ് ചെയ്ത് വീഡിയോ LCDയിലും ഓഡിയോ നിങ്ങളുടെ സ്പീക്കറിലേക്കും കൊടുക്കും. അപ്പോൾ ഇത്തരം പരിപാടി ചെയ്യണമെന്നുണ്ടെങ്കിൽ സെക്കൻഡറിയിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള ഡാറ്റ എടുക്കണം, അതെടുത്ത് പ്രൈമറിയിലേക്ക് മാറ്റണം. അത് കഴിയുന്നതിനനുസരിച്ച് സെക്കൻഡറിയിൽ നിന്ന് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും. അത് പ്രോസസ്സർ പ്രോസസ്സ് ചെയ്യും, രണ്ട് സാധനങ്ങൾ സെപ്പറേറ്റ് ചെയ്യിപ്പിച്ച് നമുക്ക് ഡിസ്പ്ലേ ചെയ്യും. അപ്പോൾ ഇത്തരത്തിലുള്ള മെമ്മറികൾ പലതരത്തിലുള്ളതുണ്ട്. അപ്പോൾ മെമ്മറികളുടെ ഡീറ്റെയിൽസാണ് നമുക്ക് അറിയേണ്ടത്. നമുക്കിപ്പോൾ തന്നെ പേരുകൾ അറിയാം. നമ്മൾ അറിയാവുന്ന കുറച്ച് പേരുകളുണ്ടെങ്കിലും സ്റ്റാൻഡർഡൈസ് ചെയ്തിട്ടുള്ള കുറച്ച് പേരുകളുണ്ട്. അതിലാണ് നമുക്കിവിടെ ആവശ്യം സിലബസിൽ ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കുമ്പോൾ. അപ്പോൾ പ്രൈമറി മെമ്മറികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സെക്കൻഡറി മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കാറ്റഗറി ഉണ്ട്: റീഡ് ഓൺലി മെമ്മറി, റാൻഡം ആക്സസ് മെമ്മറി. റീഡ് ഓൺലി മെമ്മറിയുടെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ നോൺ വോളറ്റൈൽ മെമ്മറിയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ പവർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അതിൽ ഒരു പ്രാവശ്യം റൈറ്റ് ചെയ്ത ഡാറ്റ അവിടെ തന്നെ നിൽക്കും. പക്ഷേ റാൻഡം ആക്സസ് മെമ്മറിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ, റാം മെമ്മറികളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങൾ ഒരു പ്രാവശ്യം ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് പവർ പോയി കഴിഞ്ഞാൽ ആ ഡാറ്റ പോകും. അതാണ് നിങ്ങളുടെ കമ്പ്യൂട്ടറിൻ്റെ അടുത്ത് നിങ്ങളൊരു കാര്യമായിട്ടുള്ള ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളൊരു വേർഡ് പ്രിപ്പയർ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഒരു PPT ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അങ്ങനത്തെ നേരത്തെ പെട്ടെന്ന് കറണ്ട് പോയി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സേവ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ആ തിരിച്ചു വരുമ്പോൾ നിങ്ങൾ ചെയ്തതൊക്കെ പോയിട്ടുണ്ടായിരിക്കും. അഥവാ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നോർമലി ചെയ്യുന്നത് റാമിലായിരിക്കും. സേവ് ചെയ്ത് കഴിഞ്ഞാൽ റാമിൽ നിന്ന് ആ ഇൻഫർമേഷൻ സെക്കൻഡറി മെമ്മറിക്ക് മാറ്റിയിട്ടുണ്ടായിരിക്കും, റോമിലേക്ക് മാറ്റിയിട്ടുണ്ടായിരിക്കും, അതായത് ഹാർഡ് ഡിസ്കിലേക്ക് മാറ്റിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള പ്രോസസ്സ് നടക്കുന്നതുകൊണ്ടാണ് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. റോം എന്ന് പറയുന്നത് കപ്പാസിറ്റി കൂടുതലായിരിക്കും, പക്ഷേ സ്പീഡ് കുറവായിരിക്കും. റാം എന്ന് പറയുന്നത് കപ്പാസിറ്റി കുറവായിരിക്കും, സ്പീഡ് കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് ഏതൊക്കെ തരത്തിലുള്ള റോം ഉണ്ട്? റോം എന്ന് പറയുന്നത് ജനറലി റീഡ് ഓൺലി മെമ്മറീനെ സ്റ്റാൻഡ് ചെയ്യുന്നതാണ്. അതിൻ്റെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ നോൺ വോളറ്റൈലാണ്. മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ച് നോക്കി വെക്കാം. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ മാസ്ക്ഡ് റോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം റൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതായത് അത് മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് ഡാറ്റ റൈറ്റ് ചെയ്ത് അത് മാസ്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും, പിന്നെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അത്തരത്തിലുള്ള മെമ്മറികളെയാണ് മാസ്കബിൾ റീഡ് ഓൺലി മെമ്മറി എന്ന് പറയുന്നത്. അതിൻ്റെയൊക്കെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഎക്സ്പെൻസീവ് ആണ്, ചിലവ് കുറഞ്ഞുണ്ടാക്കുന്നതാണ്. അത് കൂടുതൽ ഉണ്ടാക്കും മാസ് പ്രൊഡക്ഷൻ. ഇപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറും മറ്റു സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ ഡ്രൈവറും മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഇതേപോലെ മാസ്ക്ഡ് റോമായിട്ട് ഉപയോഗിച്ചിട്ടായിരിക്കും. ഇനി വൺ ടൈം പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി, OTP എന്ന് പറയും. അതായത് നിങ്ങൾ കടയിൽ നിന്ന് പണ്ടൊക്കെ നിങ്ങൾ സാധാരണ പെൻ ഡ്രൈവൊക്കെ ഇരിക്കുന്നതിന് മുമ്പ് CD മേടിച്ചിട്ടായിരിക്കും സിനിമകളൊക്കെ റൈറ്റ് ചെയ്യിക്കുക. അപ്പോൾ അതിൽ ഒരു പ്രാവശ്യം നമുക്ക് പ്രോഗ്രാം ചെയ്യിപ്പിക്കാം, ഒരു പ്രാവശ്യം റൈറ്റ് ചെയ്യിപ്പിക്കാം, പിന്നീട് നമുക്ക് അതിൽ റൈറ്റ് ചെയ്യിക്കാൻ പറ്റില്ല. അപ്പോൾ അത്തരത്തിലുള്ള മെമ്മറികളെയാണ് നമ്മൾ വൺ ടൈം പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി എന്ന് പറയുന്നത്. പലതരത്തിലുള്ള എക്സാമ്പിൾസ് ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്, അപ്പോൾ നിങ്ങൾ വായിച്ച് നോക്കിയാൽ മതി. മൂന്നാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറേസബിൾ ആൻഡ് പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. ഇറേസബിൾ ആൻഡ് പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിലേക്ക് ഡാറ്റ റൈറ്റ് ചെയ്യിക്കാൻ പറ്റും, പിന്നെ കളഞ്ഞിട്ട് വീണ്ടും റൈറ്റ് ചെയ്യിക്കാൻ പറ്റും.
ഇത്രയും നേരം പറഞ്ഞത് ഒരു പ്രാവശ്യം ഡാറ്റ റൈറ്റ് ചെയ്യുക പിന്നെ റീഡ് ചെയ്യൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇറേസബിൾ റീഡ് ഓൺലി എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം കളഞ്ഞ് വീണ്ടും മാറ്റി റൈറ്റ് ചെയ്യണത്. അപ്പോൾ സി ഡിയിൽ തന്നെ അതേപോലത്തെ ടൈപ്പുകൾ ഉണ്ടായിരുന്നു. ഈ ഇറേസബിൾ റോം എന്ന് പറഞ്ഞിട്ട് റോം എന്ന് പറഞ്ഞിട്ടൊരു സാധനം സി ഡി കിട്ടിയിരുന്നു പണ്ടൊക്കെ. ഈ റീറൈറ്റബിൾ സി ഡി എന്ന് പറഞ്ഞിട്ടൊരു പേരിലൊക്കെ അറിയപ്പെട്ടിരുന്നു. ഇപ്പോൾ അതൊന്നും അവൈലബിൾ ആണ്, പക്ഷേ അധികം ആരും യൂസ് ചെയ്യില്ല. അപ്പോൾ ഈ പ്രോമിൻ്റെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രോമിന് പലതരത്തിലുണ്ട്. ഇപ്പോൾ നമുക്ക് യു വി ലൈറ്റ് ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ ലൈറ്റ് ഉപയോഗിച്ചിട്ട്, അപ്പോൾ സി ഡി ഡ്രൈവിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾ റേസ് ചെയ്തിരുന്ന സി ഡിയാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഉപയോഗിക്കുക ലൈറ്റ് ഉപയോഗിച്ചിട്ടാണ്. കാരണം ഒപ്റ്റിക്കൽ ഡ്രൈവ് ഉപയോഗിച്ചിട്ടാണ് അത് റീഡ് ചെയ്യുക. അതുപോലെ തന്നെ ലൈറ്റ് ഉപയോഗിച്ചിട്ടാണ് ഇറേസ് ചെയ്യലും ചെയ്യുക. ഇനി ഇലക്ട്രിക്കലി ഇറേസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ഇറേസബിൾ ഉണ്ട്. ഇറേസബിൾ പ്രോഗ്രാമബിൾ മെമ്മറി, റീഡ് ഓൺലി മെമ്മറി എന്ന് പറയുന്നത് യു വി ലൈറ്റ് ഉപയോഗിച്ചിട്ടോ ഇലക്ട്രിക്കൽ സിസ്റ്റംസ് ഉപയോഗിച്ചിട്ടോ ചെയ്യുന്നതാണ്. ഇനി അടുത്തത് ഫ്ലാഷ് മെമ്മറി. ഫ്ലാഷ് മെമ്മറി എന്ന് പറഞ്ഞാൽ നമ്മുടെ പെൻ ഡ്രൈവ്, ഹാർഡ് ഡിസ്ക് ഇങ്ങനെയുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് എത്ര തവണ വേണമെങ്കിലും റൈറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. കണ്ടൻസൊക്കെ ഒരുമിച്ച് മൂവ് ചെയ്യിക്കാൻ പറ്റും, കുറച്ച് സ്പീഡ് കിട്ടും, മറ്റു കാര്യങ്ങൾ പോർട്ടബിളാണ്. അപ്പോൾ അത്തരത്തിലുള്ള അഡ്വാൻറ്റേജുകളൊക്കെ അതിനുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ എല്ലാം ഇത്തരത്തിലുള്ള മെമ്മറിയൊക്കെ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ വായിച്ചു വയ്ക്കാം ആദ്യം. നെക്സ്റ്റ് വൺ റാൻഡം ആക്സസ് മെമ്മറി. റാൻഡം ആക്സസ് മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റ റീഡ് ചെയ്യലും റൈറ്റ് ചെയ്യലും അറ്റ് എ ടൈം നടത്താൻ പറ്റുന്നതാണ് റാൻഡം ആക്സസ് മെമ്മറി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വോളറ്റൈലാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ പവർ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിലെ കണ്ടൻസ് നിലനിൽക്കുള്ളൂ. എപ്പോഴെങ്കിലും പവർ ഫെയിലിയർ ആയി പോയി കഴിഞ്ഞാൽ ഇതിലെ കണ്ടൻസ് ഫുള്ളും റീസെറ്റായി പോകും. അപ്പോൾ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ച് യൂസ് ചെയ്യണം. ഇത്തരത്തിലുള്ള മെമ്മറികൾ വളരെ പ്രോസസ്സറുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള നേരിട്ടുള്ള സ്ഥലത്ത് മാത്രമേ ഉപയോഗിക്കുള്ളൂ. അല്ലാണ്ട് ടെമ്പററി ആയിട്ട് ഇങ്ങനെ പവറില്ലാത്ത സ്ഥലങ്ങളിൽ പോകുന്നതുകൊണ്ട് ഇത്തരത്തിലുള്ള മെമ്മറികൾ സാധാരണ ഡാറ്റ സ്റ്റോറേജിന് വേണ്ടി ഉപയോഗിക്കില്ല. സെക്കൻഡറി മെമ്മറിയിൽ നിന്ന് എടുത്ത് ഡാറ്റ സ്റ്റോർ ചെയ്ത് അത് വേറെ ആർക്കെങ്കിലും കൊടുക്കുക എന്നുള്ള രീതിയിൽ ഒരു ഇൻ്റർമീഡിയറ്റ് മെമ്മറി ആയിട്ടാണ് മെയിനായിട്ട് റാം മെമ്മറികൾ യൂസ് ചെയ്യുക. റാം മെമ്മറികൾ തന്നെ പലതരത്തിലുണ്ട്. ആദ്യം ഉണ്ടായിരുന്ന മെമ്മറികൾ എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിക് റാം എന്നാണ് വിളിക്കുക. സ്റ്റാറ്റിക് റാമിൻ്റെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉപയോഗിച്ചിട്ടുണ്ടാക്കിയിട്ടുള്ളത് ട്രാൻസിസ്റ്റേഴ്സാണ്. അപ്പോൾ അതിൽ റെസിസ്റ്റൻസിൻ്റെ മെത്തേഡിൽ മാറ്റം വരുന്നതനുസരിച്ചിട്ടാണ് അതിൻ്റെ ഉള്ളിൽ ഡാറ്റകളുടെ സ്റ്റോറേജൊക്കെ ഉണ്ടാവുക. രണ്ടാമത്തെ മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൈനാമിക് റാമാണ്. അത് കപ്പാസിറ്റേഴ്സ് ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിലെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയ്ക്ക് ആദ്യത്തെ മെമ്മറിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തിൽ ഡാറ്റ റൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പവർ ഉണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി നിന്നുകൊണ്ടിരിക്കും. ഡൈനാമിക് മെമ്മറിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം ഡാറ്റ റൈറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും പിന്നെ വീണ്ടും അത് റിഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കണം, കണ്ടിന്യൂസ്ലി റിഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കണം. അത് നമ്മൾ പ്രോസസ്സറിൽ നമുക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, പക്ഷേ വീണ്ടും റിഫ്രഷ് ചെയ്യുന്ന ടൈപ്പിലായതുകൊണ്ട് അത്തരത്തിലുള്ള മെമ്മറികളാണ്. പക്ഷേ അതിൻ്റെ സ്പീഡ് കൂടുതലായിരിക്കും, അതുകൊണ്ടാണ് അത് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ഈ പേര് കേൾക്കുമ്പോൾ നമുക്ക് SRAM അല്ലേ അഡ്വാൻറ്റേജ് എന്ന് തോന്നാം, പക്ഷേ രണ്ടാമത്തെ മെമ്മറിക്ക് സ്പീഡ് കൂടുതലാണ്. ഇതിന് കമ്പയർ ചെയ്ത് DRAM-നാണ് സ്പീഡ് കൂടുതൽ. പക്ഷേ അത് കപ്പാസിറ്റേഴ്സ് ഉപയോഗിച്ച് ഉണ്ടാക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് കപ്പാസിറ്ററിനെ പ്രത്യേകത അറിയാം. ഒരു പ്രാവശ്യം കപ്പാസിറ്റർ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിഞ്ഞാൽ ഡിസ്ചാർജിങ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ചാർജ് ചെയ്യിപ്പിച്ചാൽ മാത്രമേ അത് നടക്കുകയുള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള മെമ്മറികളിനെ DRAM-ൻ്റെ തന്നെ പല വേർഷൻ നമുക്ക് അവൈലബിൾ ആണ്. ഡൈനാമിക് റാം DDR1, DDR2, DDR3, DDR4 അങ്ങനെ പറഞ്ഞിട്ട് പല മെമ്മറികൾ ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. നമുക്ക് സിലബസിൽ ഓറിയൻറ്റഡ് ആയിട്ട് നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ ഉണ്ടാ. ബേസിക് ആയിട്ടുള്ള അടുത്ത പേര് എന്ന് പറയുന്നത് എക്സ്റ്റൻഡ് ഡാറ്റ ഔട്ട് റാം എന്ന് പറയുന്ന ഒരു മെമ്മറിയാണ്. ഇത് ഹൈ സ്പീഡ് മെമ്മറി. ഹൈ സ്പീഡ് എന്ന് നമ്മളിപ്പോൾ വിചാരിക്കുന്നതല്ല, അത് ഇറങ്ങിയ കാലത്തെ ക്ലാസിഫിക്കേഷനാണ് ഇപ്പോൾ പറയുന്നത്. 100 MHz ആണ് ഇപ്പോൾ ഉപയോഗിക്കുന്ന ക്ലോക്ക് ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2.5 GHz അല്ലെങ്കിൽ 3 GHz ഒക്കെയാണ്. അപ്പോൾ 1000 MHz കൂടിയാലാണ് 1 GHz ആവുക. അപ്പോൾ അത്രയും റേഞ്ചിലുള്ള വ്യത്യാസമുണ്ട്. അപ്പോൾ ബേസിക് കാറ്റഗറീസിൽ മാത്രമേ ഇത് ഉൾക്കൊള്ളിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എക്സ്റ്റൻഡ് ഡാറ്റ ഔട്ട് റാം എന്ന് പറയുന്നത് അതിനേക്കാളും കുറച്ച് സ്പീഡ് കൂടിയ മെമ്മറികളാണ്. പിന്നെ സിങ്ക്രോണസ് ഡാറ്റ റാം എന്ന് പറയുന്നത് അതേപോലെ തന്നെ വേറൊരു രീതിയിൽ ഒരു വേർഡ് റൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മറ്റേത് പ്രിപ്പയർ ചെയ്ത് വയ്ക്കും. ഡൈനാമിക് റാം പോലെ തന്നെ കുറച്ചും കൂടി സ്പീഡ് കൂടിയിട്ടുള്ളതാണ്. വേറൊരു ടെക്നോളജി ഉപയോഗിച്ചിട്ട് VLSI ടെക്നോളജിയിലൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പോൾ അടുത്ത റാമിൻ്റെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ SDRAM ആണ്. പിന്നെ റാംബസ് റാം എന്ന് പറഞ്ഞിട്ട് വേറെ ടൈപ്പ് ഉണ്ട്. പാരലൈസ് ഡിസ്ട്രിബ്യൂട്ടഡ് റാം ഉണ്ട്. സ്പീഡ് കൂടുന്നതിനനുസരിച്ചിട്ട് ഇങ്ങനെ അഡ്വാൻറ്റേജ് വന്നുകൊണ്ടിരിക്കും. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് DDR1, DDR2, DDR3 അങ്ങനെ പറഞ്ഞിട്ട് പല രീതിയിലുള്ളത് വന്നിരുന്നത്. അപ്പോൾ നമുക്ക് ഇത്രയാണ് മെമ്മറികളുടെ കപ്പാസിറ്റികൾ, മെമ്മറികളുടെ ടൈപ്പ് എന്ന് പറയുന്നത്. രണ്ട് തരത്തിലുള്ള മെമ്മറി ഉണ്ട്, റാമും റോമും. ഇത്തരത്തിലുള്ള ടൈപ്പുകളും ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മതി. വലിയ ഡീറ്റെയിൽ ആയിട്ടൊന്നും അധികം വരാറില്ല. ക്വസ്റ്റ്യൻസ് ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഡയറക്റ്റ് ക്വസ്റ്റിനെ മാക്സിമം ചോദിക്കുള്ളൂ. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെമ്മറീസ്, അങ്ങനെയുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കുള്ളൂ. അടുത്തതാണ് നമുക്ക് നോക്കാനുള്ളത് മെമ്മറി മാപ്പിംഗ്. എന്താണ് മെമ്മറി മാപ്പിംഗ് എന്ന് പറയുന്നത്? മെമ്മറി മാപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞത് നമുക്ക് പല സിസ്റ്റത്തിൻ്റെയും, ഇപ്പോൾ നിങ്ങളുടെ കമ്പ്യൂട്ടറിൻ്റെയൊക്കെ നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 TB അല്ലെങ്കിൽ 2 TB ഒക്കെ ആയിരിക്കും നിങ്ങളുടെ ഹാർഡ് ഡിസ്കിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ റാമിൻ്റെ കപ്പാസിറ്റി നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 GB, 2 GB, 3 GB അല്ലെങ്കിൽ 8 GB, 16 GB ഇതൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഹ്യൂജ് മെമ്മറി കമ്പ്യൂട്ടറിന് ആക്സസ് ചെയ്യാൻ കൊടുക്കുമ്പോൾ, കമ്പ്യൂട്ടറിൻ്റെ അറ്റ് എ ടൈമുള്ള സ്പീഡ് എന്ന് പറയുന്നത് സാധാരണ ഒരു 32 bit ആയിരിക്കും.
അപ്പോൾ അത്രയും ബിറ്റുകൾ അറ്റ് എ ടൈം ആക്സസ് ചെയ്യുമ്പോൾ കമ്പ്യൂട്ടറിന് ഏത് സ്ഥലത്തു നിന്നാണ് ഡാറ്റകൾ എടുക്കുന്നതെന്നൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു മെമ്മറിനെ പല സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിൽ ഓരോ സെക്ഷനും എന്തിനു ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യം കമ്പ്യൂട്ടറിനോട് പറഞ്ഞു വയ്ക്കും. അപ്പോൾ കമ്പ്യൂട്ടറിന് ഇന്ന കാര്യത്തിന് വന്നു കഴിഞ്ഞാൽ ആ സാധനം ആ സ്ഥലത്തേക്ക് പോയി സ്റ്റോർ ചെയ്യുക എന്നുള്ള രീതിയിൽ നമുക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റും. ഒരു എക്സാമ്പിൾ പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടെലിഫോൺ ഡയറക്ടറി എന്ന് പറയുന്നത് നമ്മളൊരു പുസ്തകം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതിൽ BSNLൻ്റെയോ മറ്റ് നമ്പേഴ്സുകളൊക്കെ ഇങ്ങനെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. പെട്ടെന്ന് നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഏതെങ്കിലും ഒരു ഭാഗത്തുള്ള ഒരു ഹോസ്പിറ്റലിൻ്റെ നമ്പർ കിട്ടണമെന്ന് വിചാരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹോസ്പിറ്റലിലെ സെക്ഷൻ അതിൻ്റെ പേരുകൾ ആൽഫബറ്റിക് ഓർഡറിൽ നോക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടും. കാരണം വെച്ചാൽ അതൊരു ഓർഡറിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇനി സപ്പോസ് ടെലിഫോൺ ഡയറക്ടറി ഓർഡറിലല്ല അറേഞ്ച് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ മണിക്കൂറുകൾ ഇരുന്നാലും ആ ഹോസ്പിറ്റലിൻ്റെ പേര് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതേപോലെയാണ് മെമ്മറിയുടെ കേസും. മെമ്മറിയും പലതരത്തിലുള്ള മെമ്മറി ഉണ്ട്. ആ ഓരോ ആവശ്യത്തിനനുസരിച്ച് മെമ്മറി എങ്ങനെയൊക്കെ തരംതിരിച്ചു എന്ന് വെച്ചിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ പ്രോസസ്സറിന് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നത് ജോലി കുറച്ചും കൂടി ഈസി ആയിട്ട് മാറും. അപ്പോൾ അത്തരത്തിലുള്ള പരിപാടിക്കാണ് മെമ്മറി മാപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഡെഫിനിഷൻ നോക്കി കഴിഞ്ഞാൽ എ മെമ്മറി മാപ്പിംഗ് ഈസ് എ മാസീവ് ടേബിൾ ഇൻ effect a database that comprise complete information about how memory is structured in a computer system. ഒരു കമ്പ്യൂട്ടറിൻ്റെ അകത്ത് എങ്ങനെയൊക്കെയാണ് മെമ്മറികൾ തരംതിരിച്ചിട്ടുള്ളത് എന്നുള്ളതിൻ്റെ ഒരു ടേബിളിനെയാണ് നമ്മൾ വിളിക്കുക. അതായത് ഒരു ഇൻഡെക്സ്. മെമ്മറി മാപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെയ്തതിൻ്റെ ഇൻഡെക്സ്. നമ്മളൊരു പുസ്തകം എഴുതി, ആ പുസ്തകത്തിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ എഴുതും ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ട്. ഒന്നാമത്തെ പേജിൽ ഇന്ന കാര്യം, രണ്ടാമത്തെ പേജിൽ ആദ്യത്തെ പേജിൽ അബ്സ്ട്രാക്റ്റ്, രണ്ടാമത്തെ പേജിൽ ഇൻട്രൊഡക്ഷൻ, മൂന്നാമത്തെ പേജിൽ ചാപ്റ്റർ 1, നാലാമത്തെ പേജിൽ ചാപ്റ്റർ 2, അങ്ങനെയൊക്കെ എഴുതി കൊടുക്കുന്ന പോലെയുള്ള അതിൻ്റെ ഒരു തുടക്കത്തിൻ്റെ ആ ഒരു മൊത്തം മോഡ്യൂളിനെ വിളിക്കുന്നത്. ഏതൊക്കെ കഷ്ണങ്ങളിൽ എന്തൊക്കെയാണ് സ്റ്റോർ ചെയ്യുക എന്നുള്ളതിൻ്റെ ആ ഇൻഫർമേഷനെയാണ് നമ്മൾ മാപ്പിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള മെമ്മറി മാപ്പിങ്ങിന് നമുക്ക് ഒരു സിമ്പിളായിട്ടുള്ള എക്സാമ്പിൾ നിങ്ങൾ കഴിഞ്ഞ വർഷം മൈക്രോപ്രൊസസർ ആൻഡ് മൈക്രോ കൺട്രോളറിലെ 8086 പറയുന്ന ഒരു മൈക്രോപ്രൊസസറിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതൊരു മെമ്മറി മാപ്പിങ്ങിൽ പെട്ടിട്ടുള്ളതാണ്. അതിൻ്റെ പ്രത്യേകത നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ റാമിനെ നമ്മൾ പല സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്തിരുന്നു. കോഡ് സെഗ്മെൻറ്റ്, ഡാറ്റ സെഗ്മെൻറ്റ്, എക്സ്ട്രാ സെഗ്മെൻറ്റ്, സ്റ്റാക്ക് സെഗ്മെൻറ്റ്. അതായത് ആ മെമ്മറിയുടെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 1 MB ആണ്. ആ പ്രോസസ്സറിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 16 ബിറ്റാണ്. 16 ബിറ്റും 1 MB വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 16 ബിറ്റും 1024. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻസ് നമുക്ക് എഴുത്താൻ കുറച്ചും കൂടി ബുദ്ധിമുട്ടുണ്ടാകുന്നതുകൊണ്ട് ഇതിനെ ഓരോ സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്തു. അതിൽ 64 KB പ്രോഗ്രാം സ്റ്റോർ ചെയ്യാൻ, 64 KB ഡാറ്റ സ്റ്റോർ ചെയ്യാൻ, 64 KB സ്റ്റാക്കിൻ്റെ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാൻ, 64 KB എക്സ്ട്രാ എന്തെങ്കിലും ഡാറ്റ വരണമെങ്കിൽ സ്റ്റോർ ചെയ്യാൻ. അങ്ങനെ ഓരോ സെക്ഷനായിട്ട് തരംതിരിച്ചപ്പോൾ ആ കമ്പ്യൂട്ടറിൻ്റെ ആ പ്രോസസ്സറിൻ്റെ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു മാപ്പിംഗ് ഉണ്ടായിരുന്നു 8086. ഇനി സാധാരണ നമുക്ക് സാധാ സിസ്റ്റത്തിൻ്റെ കേസിൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ചില സ്ഥലത്ത് ബയോസ് സ്റ്റോർ ചെയ്യും, ചില സ്ഥലത്ത് വീഡിയോ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യും, ചില സ്ഥലത്ത് ഡ്രൈവർ സ്റ്റോർ ചെയ്യും. അപ്പോൾ അത്തരത്തിലുള്ള ചില ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്യുന്ന സെക്ഷൻസ് നമ്മുടെ കമ്പ്യൂട്ടറിലുണ്ട്. അപ്പോൾ IBM PC-യിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ സാധാരണ നമ്മളുടെ ആർക്കിടെക്ചറിനെയാണ് IBM ആർക്കിടെക്ചർ എന്നൊക്കെ വിളിക്കുക. അപ്പോൾ IBM PC-യിലൊക്കെ നമുക്ക് നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു മെമ്മറി ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മെമ്മറിനെ പലതരത്തിലുള്ള ഡിവൈഡ് ചെയ്യും. അതിലൊരു സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ സെക്ഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനാണ് ബയോസ് എന്ന് പറയുന്നത്. നിങ്ങൾ കമ്പ്യൂട്ടർ തുറന്നു വരുമ്പോൾ ഡിലീറ്റോ അല്ലെങ്കിൽ F10 F1 ഒക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കയറിയുന്ന ആ ഫ്രണ്ടിലുള്ള ബ്ലൂ സ്ക്രീനായിട്ട് വരുന്ന ഒരു സെക്ഷനെയാണ് ബയോസ് എന്ന് പറയുക. അപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ നേരിട്ടുള്ള ഇൻഫർമേഷൻസൊക്കെ അതിലായിരിക്കും സ്റ്റോർ ചെയ്തിരിക്കുക. അപ്പോൾ അതൊരു മാപ്പിംഗ് ആണ്. ആ സെക്ഷനിൽ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ബയോസിൻ്റെ മാത്രം കാര്യങ്ങളാണ് നടക്കുക. ബയോസ്, പിന്നെ ബേസിക് കമ്പൈലേഴ്സ് സ്റ്റോർ ചെയ്യാൻ ഒരു സെക്ഷൻ ഉണ്ടായിരിക്കും, യൂസറിൻ്റെ പ്രോഗ്രാം സ്റ്റോർ ചെയ്യാൻ ഒരു സെക്ഷൻ ഉണ്ടായിരിക്കും. അങ്ങനെ ഓരോ സെക്ഷനും വീഡിയോയ്ക്ക് വേണ്ടി ഒരു സെക്ഷൻ ഉണ്ടായിരിക്കും, ഡിസ്ക് കൺട്രോളറിൻ്റെ റോമിന് വേണ്ടി ഒരു സെക്ഷൻ ഉണ്ടായിരിക്കും, റാമിന് വേണ്ടിയിട്ട് റാമിൻ്റെ ഉള്ളിൽ തന്നെ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വേറെ സെക്ഷൻസ് ഉണ്ടായിരിക്കും. ഓരോരോ സെക്ഷനും ഓരോ മെമ്മറികളുടെ ഓരോ ഭാഗമായിട്ട് തരംതിരിച്ച് മാറ്റി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇവിടുത്തെ കേസിൽ സിമ്പിളായിട്ടുള്ള ഒരു സെക്ഷനാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. റോം, VDR, റാം എന്ന് പറയുന്നത് 3 തരത്തിലായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ എക്സ്പാൻഡഡ് വേർഷനാണ് ഇപ്പുറത്ത് കാണുന്നത്. ആദ്യത്തെ സെക്ഷനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബയോസ് ആയിട്ട് തരംതിരിക്കാം, ബേസിക് കമ്പൈലർ, യൂസർ റോം എക്സ്പാൻഷൻ, ഡിസ്ക് കൺട്രോളർ. അപ്പോൾ ഇങ്ങനെ നമുക്കിതിന് മനസ്സിലാക്കേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെമ്മറിനെ പലതരത്തിൽ തരംതിരിച്ചിട്ട് ആ ഇൻഫർമേഷൻസ് കമ്പ്യൂട്ടറിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കും. അത്തരത്തിൽ പറഞ്ഞു കൊടുക്കുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് മാപ്പിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ മെമ്മറിനെ മാപ്പ് ചെയ്തിട്ടുള്ള കഷ്ണങ്ങളാണ് മെമ്മറി മാപ്പിംഗ് എന്ന് പറയുന്ന സെക്ഷൻ കൊണ്ട് അറിയുന്നത്. അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾക്ക് പുതുതാണ്, നിങ്ങൾക്ക് അത്രയും ഇത് മനസ്സിലാക്കാനൊക്കെ ആയിട്ട് ചെറിയ ബുദ്ധിമുട്ട് വരും.
അതിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഇതിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് തന്നെ വായിച്ചു നോക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ 8086 പറയ സെക്ഷനിൽ 8086 എന്ന് പറയുന്ന സാധനത്തിൻ്റെ അകത്ത് നിങ്ങൾ കോഡ് സെഗ്മെൻറ്റ്, ഡാറ്റ സെഗ്മെൻറ്റ്, എക്സ്ട്രാ സെഗ്മെൻറ്റ്, സ്റ്റാക്ക് സെഗ്മെൻറ്റ്, ഇൻസ്ട്രക്ഷൻ പോയിൻ്റർ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മളൊരു ആർക്കിടെക്ചർ വരച്ച് വെച്ചിട്ടുണ്ടായിരിക്കും. പ്രോസസ്സർ 1 MB ആയിട്ടുള്ള മെമ്മറി, ഫിസിക്കൽ മെമ്മറി, അതിനിങ്ങനെ കറക്റ്റ് 64 KB ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ള ഒരു സെക്ഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ അതിനെ നമുക്കൊരു മെമ്മറി മാപ്പിങ്ങിന് എക്സാമ്പിളായി പറഞ്ഞ് അത് എക്സ്പാൻഡ് ചെയ്ത് കൊടുത്തതിനും കുഴപ്പമുള്ള കാര്യമില്ല. അതും അതിനൊരു എക്സാമ്പിളായിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ്. ഓക്കെ, നമുക്കതുമായി റിലേറ്റഡ് ആയിട്ടുള്ളൊരു പ്രോബ്ലം നോക്കാം. കൺസിഡർ എ മെമ്മറി മാപ്പ് ഫോർ XMPERI embedded system, a smart card needing 2 KB memory and 256 byte RAM, mainly for stacks, and EEPROM 512 bytes, സ്റ്റോറിംഗ് ബാലൻസ് ഫോർ ഇൻഫർമേഷൻ, മറ്റു കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട് ഒരു മെമ്മറി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം മെമ്മറിയിൽ നമുക്ക് ആവശ്യമുള്ളത് 2 KB എന്ന് പറയുന്ന മെമ്മറി എന്ന് പറയുന്നത് റോം, അതിൻ്റെ മെയിനായിട്ടുള്ള പ്രോഗ്രാമും മറ്റു കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് വേണം. അത് ഒരു പ്രാവശ്യം സ്റ്റോർ ചെയ്ത് എംബഡഡ് സിസ്റ്റമാണ്, ഒരു പ്രാവശ്യം പ്രോഗ്രാം സ്റ്റോർ ചെയ്ത് വെക്കുന്ന മെമ്മറിനെയാണ്. അതിൽ 256 byte റാം ആയിട്ടും വേണം, 512 byte ഡിലീറ്റ് ചെയ്യാൻ പറ്റാവുന്ന ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്യുക, ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക, അങ്ങനെയുള്ള ഇൻഫർമേഷൻസിന് വേണ്ടിയിട്ട് 512 byte വേണ്ടി വരും. അപ്പോൾ നമുക്ക് അതിനെ റാം ഇൻഫർമേഷന് വേണ്ടിയിട്ട് 256, EEPROM ഇൻഫർമേഷൻ അതായത് ടെമ്പററി ഇൻഫർമേഷനായിട്ട് 512, പിന്നെ ടോട്ടൽ മെമ്മറി കപ്പാസിറ്റി വേറെ മറ്റ് ഇൻഫർമേഷൻസ് പ്രോഗ്രാമൊക്കെ സ്റ്റോർ ചെയ്യാൻ 2K വേണം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മെമ്മറി എത്രയായിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളത് നമ്മളിവിടെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എത്രയാണ് കപ്പാസിറ്റി എന്ന് പറഞ്ഞിട്ടില്ല നമ്മുടെ അടുത്ത്, 20 ബിറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഇതെടുക്കാം. 2 KB മെമ്മറിയാണ് മാക്സിമം വാല്യൂ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 4 ബിറ്റ് ആയാൽ തന്നെ നമുക്ക് 4 ഹെക്സാ ഡിജിറ്റ്സ് ഉണ്ടായാൽ തന്നെ പരിപാടി നടക്കും. എന്നാലും നമുക്ക് 2000 പരിപാടികളും നോക്കി വെക്കാം. 2 KB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്കറിയാം 2 ഇൻറ്റു കാൽക്കുലേറ്റർ എടുക്കുകയാണ്, 2 ഇൻറ്റു 1024. 1 KB എന്ന് പറഞ്ഞാൽ 1024 2 KB എന്ന് പറഞ്ഞാൽ 2048. അപ്പോൾ 2 KB എന്ന് പറഞ്ഞാൽ 2048, അത് ഡെസിമൽ വാല്യൂ ആണ്. ഹെക്സിലേക്ക് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ 800 ലൊക്കേഷൻസ് ആണ് വേണ്ടി വരിക. 800 ലൊക്കേഷൻസ് നമുക്ക് എന്തിനു വേണ്ടി വരും? നമ്മുടെ പ്രോഗ്രാമിൻ്റെ സ്റ്റോറേജിന് വേണ്ടിയിട്ട് വേണ്ടി വരും 800 ലൊക്കേഷൻ. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത് 00 എന്നാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് 800 ലൊക്കേഷൻ വേണം. അപ്പോൾ 00 എന്ന് 800 ലൊക്കേഷൻ പോയി കഴിഞ്ഞാൽ 800 ആദ്യത്തെ ലൊക്കേഷൻ എടുത്തു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഒരു ലൊക്കേഷൻ കുറവ് മതി, -1 = 7FF വരെ. അതായത് 0000 എത്ര 0 ആണ് നിങ്ങൾക്ക് ഇടുന്ന പോലെ മിനിമം 3 എണ്ണമെങ്കിലും വേണം. അതിൽ 3 0 എനിക്ക് നമ്മളിവിടെ 5 0 ഉണ്ട്, അതായത് 20 ബിറ്റാണ് അഡ്രസ്സ് എന്നുള്ള രീതിയിലാണ്, മെമ്മറി കപ്പാസിറ്റി എന്നുള്ള രീതിയിലാണ് എഴുതിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ കേസിൽ 5 0 സ്റ്റാർട്ട് ചെയ്യുന്നു. അതിൽ പ്രോഗ്രാം സ്റ്റോറേജിന് വേണ്ടി കൊടുക്കുന്നത് 7FF എന്ന് പറയുന്ന പോർഷൻസ്. അപ്പോൾ ഇത്രയും പോർഷനിലായിരിക്കും പ്രോഗ്രാം സ്റ്റോർ ചെയ്യാം. രണ്ടാമത് നമുക്ക് വേണ്ടി വരുന്നത്, നമുക്ക് അടുത്തത് വേണ്ടി വരുന്നത് റാമിൻ്റെ കപ്പാസിറ്റിയാണ്. റാം എത്രയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്? റാം ഇവർ പറഞ്ഞിട്ടുള്ളത് 256 KB ആണ്. 256 KB അല്ല, ബൈറ്റ്. 256 ബൈറ്റാണ് റാമിന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വീണ്ടും അതിനെ ഡെസിമലിലേക്ക് ആക്കി 256, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹെക്സ് ഡാറ്റ നോക്കി 100 ആണ് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത്. അപ്പോൾ 100 ലൊക്കേഷൻസ് ആണ് നമുക്ക് അതിന് ആവശ്യമുള്ളത്. 0 തുടങ്ങുന്നത് കൊണ്ട് നമുക്ക് -1 കൊടുക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ FF വരെ. അപ്പോൾ നമ്മൾ എവിടെയാണ് റാം തുടങ്ങാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്, 1000 തുടങ്ങാൻ അല്ലെങ്കിൽ 10,000 തുടങ്ങാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ തൊട്ട് ഒരു 255 ലൊക്കേഷൻ FF വരെയുള്ള വാല്യൂ കൊടുക്കണം. അപ്പോൾ 10,000 തൊട്ട് 10,000 FF വരെയുള്ള ലൊക്കേഷൻസാണ് റാമിന് വേണ്ടി പോവുക. അടുത്തത് നമുക്ക് നോക്കാനുള്ളത് കറണ്ട് ബാലൻസ്, ടെമ്പററി ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാൻ EEPROM മെമ്മറി എവിടെയായിരിക്കും കൊടുക്കേണ്ടി വരിക, അതിനുള്ള ഇൻഫർമേഷനാണ് നമുക്ക് നോക്കേണ്ടത്, പ്രോസസ്സറിനോട് പറഞ്ഞു കൊടുക്കാനുള്ളത്. അപ്പോൾ അത് നോക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് നമ്മൾ കൺസിഡർ ചെയ്തു. ഇപ്പോൾ 20,000 എന്നാണെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 20,000 ഹെക്സിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 20,000 നിന്ന് നമുക്ക് എത്ര കപ്പാസിറ്റി വേണം? 512 കപ്പാസിറ്റിയാണ് വേണ്ടത്. അപ്പോൾ ഡെസിമലിൽ 512 ടൈപ്പ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് 512 ടൈപ്പ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ ഹെക്സ് വാല്യൂ എടുത്തു. ഹെക്സ് വാല്യൂ എടുത്തുമ്പോൾ 200 ലൊക്കേഷൻസാണ് നമുക്ക് ആവശ്യമുള്ളത്. എക്സിൽ 200 ലൊക്കേഷൻസാണ് ആവശ്യമുള്ളത്. അതിൽ ഒരു ലൊക്കേഷൻ നമ്മുടെ തുടക്കത്തിൽ പോവും. അത് കുറച്ച് കഴിഞ്ഞാൽ 1FF എത്രയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണേ? അപ്പോൾ 20,000 സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ 20,000 1FF. അപ്പോൾ ഇത്രയും ലൊക്കേഷൻ, ഈ ലൊക്കേഷനാണ് നമ്മൾ
ടെമ്പററി ഡാറ്റ സ്റ്റോറേജിന് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ മാപ്പ് ചെയ്തു. അപ്പോൾ പ്രോസസ്സറിനോട് പറഞ്ഞു കൊടുത്തു ആദ്യത്തെ ലൊക്കേഷൻ തൊട്ട് പിന്നീട് വരുന്ന 7F വരെയുള്ള ലൊക്കേഷൻ നമ്മൾ പ്രോഗ്രാം സ്റ്റോർ ചെയ്യാൻ, പിന്നെ 10,000 തൊട്ട് 10,000 FF വരെയുള്ള ലൊക്കേഷൻ നമ്മുടെ റാമിൻ്റെ ഉള്ളിലുള്ള ഇൻഫർമേഷൻ സ്റ്റാറ്റിക് വേരിയബിൾ സ്റ്റോർ ചെയ്യാൻ, പിന്നെ ഉള്ള വരുന്നത് നമ്മുടെ ബില്ലടിക്കുന്നത് മറ്റു കാര്യങ്ങൾ കറണ്ട് ബാലൻസ് ഒക്കെ സ്റ്റോർ ചെയ്യാനായിട്ടുള്ള ഇൻഫർമേഷൻ ഈ പ്രോമിനായിട്ട്. അപ്പോൾ ഇങ്ങനെ അലോട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ മെമ്മറിയിലായിരിക്കും മറ്റ് ഡിവൈസ് വർക്ക് ചെയ്യുക എന്നുള്ളത് പ്രോസസ്സറിന് ഓൾറെഡി അറിയാം. അപ്പോൾ ഏതാണ് ഇൻഫർമേഷൻ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് പ്രോസസ്സർ മാറ്റിക്കൊണ്ടിരിക്കും. ഇതാണ് ഒരു എക്സാമ്പിൾ. ഇതേപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ ഇതിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ കപ്പാസിറ്റി നോക്കിയിട്ട് ഇതേപോലെ മെത്തേഡിൽ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഇതാണ് അടുത്ത എക്സാമ്പിൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക്ക് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഡയറക്റ്റ് മെമ്മറി ആക്സസ് എന്ന് പറയുന്നതാണ്. ഡയറക്റ്റ് മെമ്മറി ആക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പേരിൽ നിന്ന് മനസ്സിലാവും, നേരിട്ട് മെമ്മറീനെ ആക്സസ് ചെയ്യുന്ന ഏതൊരു തരത്തിലുള്ള ഐസിനെയോ അല്ലെങ്കിൽ ചിപ്പിനെയോ വിളിക്കുന്ന പേരാണ് DMA എന്ന് പറയുന്ന ഡിവൈസ്. എന്തായിരിക്കും അതിൻ്റെ മെയിനായിട്ടുള്ള പർപ്പസ് എന്നുള്ളത് നമുക്കൊന്ന് കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്യുന്നു, ഒന്നുകൂടി പറയാം. DMA എന്ന് പറയുന്ന ഡിവൈസ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ സപ്പോസ് നിങ്ങളൊരു സിനിമ നിങ്ങളുടെ കയ്യിൽ കിട്ടിയെന്ന് വിചാരിക്കാം. സിനിമയോ പാട്ടോ മറ്റെന്തെങ്കിലും ഇൻഫർമേഷൻ ആയിക്കോട്ടെ, സിനിമ നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് വിചാരിക്കാം. അത് നിങ്ങളുടെ ക്ലാസ്സിലുള്ള മറ്റുള്ള കുട്ടികൾക്കൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? പെൻ ഡ്രൈവുകൾ കുത്തിയിട്ട് കോപ്പി ചെയ്ത് കൊടുക്കും, അല്ലെങ്കിൽ CD യിൽ നിന്ന് റൈറ്റ് ചെയ്ത് കൊടുക്കും, അല്ലെങ്കിൽ മെമ്മറി കാർഡ് നിങ്ങൾ ഡാറ്റ കേബിൾ വഴി ഫോണിലേക്ക് കണക്ട് ചെയ്തിട്ട് കോപ്പി ചെയ്ത് കൊടുക്കും. ഇതൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് ഒക്കെ ചെയ്യുമ്പോൾ ഈ വീഡിയോ നിങ്ങളുടെ ഒരാളുടെ കയ്യിലുള്ള ഇൻഫർമേഷൻ തിരിച്ച് വേറൊരാൾക്ക് കോപ്പി ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഉള്ളിൽ വേറെ എഡിറ്റിങ്ങോ മറ്റു കാര്യങ്ങളോ ഒന്നും ചെയ്യണില്ല എന്നുണ്ടെങ്കിൽ ആ ഇൻഫർമേഷൻ ഓൾറെഡി ഉള്ള ഇൻഫർമേഷൻ അതിന് സ്ഥാനമാറ്റം മാത്രമേ സംഭവിക്കുള്ളൂ. അതിൻ്റെ അതേപോലത്തെ വേറൊരു ഇൻഫർമേഷൻ ഇപ്പുറത്ത് ഉണ്ടാക്കിയെടുക്കണം, അത്രേ ചെയ്യണമെന്നുള്ളൂ. അപ്പോൾ ഡിജിറ്റലൈസ് ചെയ്യുമ്പോൾ അത്തരത്തിലുള്ള ഇൻഫർമേഷൻസ് കോപ്പി ചെയ്യാന്ന് പറഞ്ഞാൽ ഈസി ആയിട്ടുള്ള പ്രോസസ്സാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് ചെയ്യുമ്പോൾ ആക്ച്വലി നമുക്ക് പ്രോസസ്സറിന് വലിയ റോളില്ല. പ്രോസസ്സർ അവിടെ ഉണ്ടെങ്കിലും പ്രോസസ്സർ അവിടെ വലിയ ഇമ്പോർട്ടൻ്റ് ഇല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുണ്ട്, ഏതെങ്കിലും ഭാഗം കട്ട് ചെയ്തിട്ട് കളയണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗത്ത് നിങ്ങൾക്ക് ബ്ലർ ചെയ്യണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗത്ത് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും വീഡിയോ ആഡ് ചെയ്യണം. ഇങ്ങനെ എന്തെങ്കിലും പ്രോസസ്സ് ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് പ്രോസസ്സറിൻ്റെ സഹായം തേടണം. അല്ലെങ്കിൽ ആ എന്തെങ്കിലും വിഷ്വൽ എഫക്റ്റ് വരുത്താനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനുള്ള സോഫ്റ്റ്വെയറുകളോ മറ്റും ഉപയോഗിക്കുമ്പോൾ പ്രോസസ്സർ അത് ചെയ്തു വരും. പക്ഷേ സാധാരണ കോപ്പി ചെയ്യുന്ന സമയത്ത് ഈ പരിപാടികളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. മെമ്മറി ഒരു സ്ഥലത്തുള്ള ഡാറ്റ വേറൊരു സ്ഥലത്തേക്ക് മാറ്റുക എന്നുള്ള പ്രോസസ്സ് മാത്രമാണ് ചെയ്യാനുള്ളത്. അപ്പോൾ അതിനുവേണ്ടി സഹായിക്കുന്ന ഒരു ഡിവൈസാണ് DMA, ഡയറക്റ്റ് മെമ്മറി ആക്സസ് കൺട്രോളർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ DMAയുടെ കാര്യത്തിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻസ് കോപ്പി ചെയ്യണമെന്നുണ്ടെങ്കിൽ DMA ആദ്യമേ തന്നെ നിങ്ങളുടെ പ്രോസസ്സറിനെ അടുത്ത് ഒരു പെർമിഷൻ ചോദിക്കും. കാരണം വെച്ചാൽ പ്രോസസ്സറാണ് നിങ്ങളുടെ കമ്പ്യൂട്ടറിൻ്റെ അകത്ത് എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുക. അപ്പോൾ അതിൻ്റെ അകത്ത് ഇപ്പോൾ നിങ്ങൾ ഞാൻ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ പുറത്തേക്ക് പോകണോ അല്ലെങ്കിൽ ബാത്റൂമിലോ മറ്റോ എന്തെങ്കിലും റിഫ്രഷ് ആവാനോ എന്തെങ്കിലും ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അൺകംഫർട്ടായിട്ട് തോന്നുന്നുണ്ട് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നമ്മുടെ അടുത്ത് പെർമിഷൻ ചോദിക്കും. അപ്പോൾ അത് കാരണം നമ്മളാണ് ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള പെർമിഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പരിപാടി ചെയ്യാം. കാരണം വെച്ചാൽ നിങ്ങൾ ആ പ്രോഗ്രാമിന് മറ്റ് പരിപാടികൾക്ക് എന്തിനാണ് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ എൻ്റെ മോണിറ്ററിങ്ങിന് ആവശ്യം വരുന്നില്ല. കാരണം വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ റിഫ്രഷ്മെൻറ്റിന് പോവാണ്, നിങ്ങൾ ചായ കുടിക്കാൻ പോവുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ പോയി ചായ കുടിച്ചിട്ട് വരാം, നിങ്ങൾക്ക് വേറെ പ്രശ്നങ്ങളില്ല. അപ്പോൾ അത്തരത്തിലുള്ള കേസസിൽ അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളിൽ അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കുട്ടികൾക്ക് ക്ലാസ് നടത്താം. അപ്പോൾ അത്തരത്തിലുള്ള സിറ്റുവേഷൻസിൽ ഇതേപോലെ DMAയുടെ ഒരു യൂണിറ്റ് ഇതേപോലത്തെ ഒരു യൂണിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രോസസ്സറിന് വേറെ എന്തെങ്കിലും പരിപാടി ചെയ്യുകയും ചെയ്യാം, DMAക്ക് മറ്റ് കോപ്പിംഗ് എന്ന് പറയുന്ന പരിപാടികൾ ഏറ്റെടുത്ത് കൈകാര്യങ്ങൾ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ അത്തരത്തിൽ ചെയ്യുന്ന ഡിവൈസുകളാണ് ഡയറക്റ്റ് മെമ്മറി ആക്സസ് കൺട്രോളർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ പ്രോസസ്സറിൻ്റെ സഹായമില്ലാതെ ഒരു ഇൻഫർമേഷൻ മറ്റൊരു സ്ഥലത്തേക്ക് മറ്റൊരു ഡിവൈസിലേക്ക് മാറ്റാൻ സഹായിക്കുന്ന ഡിവൈസുകളാണ് DMA എന്ന് വിളിക്കുന്നത്. അപ്പോൾ അപ്പോഴും അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഡാറ്റ മാറ്റുമ്പോൾ പ്രോസസ്സറിൻ്റെ സഹായമില്ലാന്നേ ഉള്ളൂ, പ്രോസസ്സറിനെ അറിയിക്കണം. പ്രോസസ്സറിനെ അറിയിച്ച് കാരണം വെച്ചാൽ പ്രോസസ്സറിൻ്റെ കയ്യിലായിരിക്കും നമ്മൾ ഡാറ്റ കൈകാര്യം ചെയ്യാനുള്ള വയേഴ്സൊക്കെ, അതായത് ഡാറ്റ ബസ്, അഡ്രസ് ബസ്, മറ്റു കാര്യങ്ങൾ ബസ് കേബിൾസ് എന്ന് വിളിക്കും. ആ കേബിളുകളൊക്കെ ഫുൾ കൺട്രോൾ ഉണ്ടായിരിക്കുക പ്രോസസ്സറിൻ്റെ കയ്യിലാവും. പ്രോസസ്സർ അതിൻ്റെ കൺട്രോൾ DMA യൂണിറ്റിന് കൊടുത്താൽ മാത്രമാണ് അത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനൊരു ശരിക്കും ഒരു മെത്തേഡ് ഉണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഡാറ്റ കൊടുക്കാൻ നമ്മൾ കോപ്പി ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ഉടനടി DMA പ്രോസസ്സറിനെ അത് അറിയിക്കും. പ്രോസസ്സറിനെ അത് അറിയിച്ച് കഴിഞ്ഞാൽ പ്രോസസ്സർ ബസ്സൊക്കെ ഫ്രീ ആണെന്നുണ്ടെങ്കിൽ ആ ഫ്രീ ആയിട്ടുള്ള ബസ് DMAക്ക് കൺട്രോൾ കൊടുക്കും. എന്നിട്ട് പ്രോസസ്സർ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ നിൽക്കും. അപ്പോൾ നിങ്ങളുടെ പ്രോസസ്സറിന് വേറെ കാര്യങ്ങൾ ചെയ്യാം. DMA എന്ന് പറയുന്ന യൂണിറ്റ് അതിന് ഇൻഫർമേഷൻ എടുത്ത് പെൻഡ്രൈവിൽ നിന്നുള്ള ഇൻഫർമേഷൻ എടുത്ത് CD-ക്ക് മാറ്റി, അല്ലെങ്കിൽ ഹാർഡ് ഡിസ്കിൽ നിന്നുള്ള ഇൻഫർമേഷൻ എടുത്ത് നിങ്ങളുടെ പെൻഡ്രൈവിലേക്ക് മാറ്റി, അല്ലെങ്കിൽ ഫോണിലേക്ക് മാറ്റി മറ്റു കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക ഈ DMA എന്ന് പറയുന്ന യൂണിറ്റ് ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഫിഗേഴ്സ് നമുക്കൊന്ന് നോക്കാം, ഇതിൻ്റെ ലോജിക്കായിട്ടുള്ള പരിപാടികൾ എങ്ങനെയായിരിക്കും വരിക. സപ്പോസ് ഒരു മെമ്മറിയിൽ നിങ്ങളുടെ ഒരു ഇൻഫർമേഷൻ ഉണ്ടെന്ന് വിചാരിക്കാം, ഇതിൻ്റെ അകത്തൊരു സിനിമ ഉണ്ടെന്ന് വിചാരിക്കാം.
ആ സിനിമ ഈ ഡിവൈസ് നിങ്ങളുടെ പെൻഡ്രൈവ് കണക്ട് ചെയ്തപ്പോൾ വന്നിട്ടുള്ളതാണ് ഈ ഡിവൈസ് എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ മെമ്മറിയിലുള്ള സിനിമ ഈ ഡിവൈസിലേക്ക് മാറ്റണം. അങ്ങനത്തെ സിറ്റുവേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇവിടെ നമുക്ക് ക്ലോക്ക്, അഡ്രസ് ലൈൻ, ഡാറ്റ ലൈൻ ഇതൊക്കെ ഫുൾ കൺട്രോൾ ഉള്ളത് ഈ CPU-ൻ്റെ കയ്യിലാണ്. ഈ 5 ലൈൻ്റെയും ഫുൾ കൺട്രോൾ ഇവിടെയാണ്. അപ്പോൾ നമ്മൾ സാധാരണ ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളുടെ ഒരു ഡാറ്റ മാറ്റാനുണ്ടെന്നുണ്ടെങ്കിൽ ഉടനടിയും DMA കൺട്രോളർ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ആ ഇൻഫർമേഷൻ കമ്പ്യൂട്ടറിനെ അറിയിക്കും. അതിന് വേണ്ടിയിട്ടുള്ളതാണ് ബസ് റിക്വസ്റ്റ് സിഗ്നൽ എന്ന് പറയും. അപ്പോൾ DMAക്ക് ഈ കൺട്രോൾ കൊടുക്കാം. ഇതിൻ്റെ അഡ്രസ്സ്, ഡാറ്റ റെഡി സിഗ്നൽ, ഇതിൻ്റെ എല്ലാ സിഗ്നൽസിൻ്റെയും കൺട്രോൾ കൊടുക്കാമെന്നുണ്ടെങ്കിൽ, ബസ് സിഗ്നൽസിൻ്റെ കൺട്രോൾസ് കൊടുക്കാമെന്നുണ്ടെങ്കിൽ CPU അത് ഇൻഫർമേഷൻ ഓക്കെ നീ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്തു എന്നുള്ള ഇൻഫർമേഷൻ ബസ് ഗ്രാൻഡ് സിഗ്നലായിട്ട് DMA കൺട്രോളറിലേക്ക് തിരിച്ചയക്കും. ഇത്രയും സിഗ്നൽസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇതിൽ നിന്നുള്ള ഇൻഫർമേഷൻ ഓരോന്ന് റീഡ് ചെയ്യണം. ഈ മെമ്മറിയിൽ നിന്ന് ഡാറ്റ റീഡ് ചെയ്യും, അങ്ങോട്ട് കോപ്പി ചെയ്യണം. ഈ പരിപാടികളൊക്കെ ഏറ്റെടുക്കുക ഈ DMA കൺട്രോളറായിരിക്കും. പിന്നെ പ്രോസസ്സറിന് ഇവിടെ റോളില്ല. പ്രോസസ്സറിന് വേറെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഇത്തരത്തിലുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഈ 3 ആൾക്കാർ തമ്മിലായിരിക്കും പരിപാടികളൊക്കെ നടത്തുക. അപ്പോൾ ഇതിനു വേണ്ടി സഹായിക്കുന്ന ഒരു യൂണിറ്റാണ് നമ്മുടെ DMA എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ്. ഇപ്പോൾ ഇവിടെ കേസിൽ നമ്മൾ പറയുന്നുണ്ട് DMA റിക്വയർസ് CPU ടു പ്രൊവൈഡ് 2 അഡീഷണൽ ബസ് സിഗ്നൽസ്, അതായത് ബസ് റിക്വസ്റ്റ് സിഗ്നലും ബസ് ഗ്രാൻഡ് സിഗ്നലും. അതായത് ഒരു ഇൻഫർമേഷൻ നടത്തണമെന്നുണ്ടെങ്കിൽ DMA അത് പെർമിഷൻ ചോദിക്കുന്നതിനെയാണ് ബസ് റിക്വസ്റ്റ് സിഗ്നൽ, CPU ആ പെർമിഷൻ കൊടുക്കുന്നതിനെയാണ് ബസ് ഗ്രാൻഡ് സിഗ്നൽ എന്ന് പറയാം. ഇനി ഇതിൻ്റെ സാധാരണ ഇതിൻ്റെ DMA പ്രോസസ്സ് എന്ന് പറയുന്നത് നമുക്കിതിനെ കുറച്ച് സ്റ്റെപ്പുകളായിട്ട് തരംതിരിക്കാം. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബസ് റിക്വസ്റ്റ് ഈസ് അസേർട്ടഡ് ബൈ ദി DMA കൺട്രോളർ വെൻ ഇറ്റ് വാണ്ട്സ് ടു ദി കൺട്രോൾ ബസ്. അതായത് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ സെൻഡ് ചെയ്യേണ്ട ആവശ്യം വരികയാണെന്നുണ്ടെങ്കിൽ ബസ്സിൻ്റെ ആവശ്യം എനിക്കുണ്ട്, എനിക്കൊരു ഡാറ്റ ചോദിച്ചിട്ട് വരുന്നുണ്ട്, എനിക്കൊരു ഇൻഫർമേഷൻ വേറൊരു ഡിവൈസിലേക്ക് അയക്കാനുണ്ട് എന്നുള്ള ഇൻഫർമേഷൻ DMA ആദ്യം പ്രോസസ്സറിനെ അറിയിക്കും. ഇപ്പോൾ പ്രോസസ്സർ എന്തെങ്കിലും പരിപാടി ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോസസ്സർ അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടികളൊക്കെ അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫിനിഷ് ചെയ്തിട്ട് ഇനി പെൻഡിങ് ഉള്ള ഇൻഫർമേഷൻസ് ഒക്കെ ഒന്ന് താൽക്കാലികമായി നിർത്തിവെച്ച്, കാരണം ബസ്സിൻ്റെ ഇൻഫർമേഷൻ DMA ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ DMAക്ക് അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് പ്രോസസ്സറിന് വേറെ കിട്ടില്ല. അപ്പോൾ ബസ്സിൻ്റെ ആവശ്യമില്ലാത്ത പരിപാടികളിലേക്ക് പ്രോസസ്സർ കിടക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ CPU എന്ത് ചെയ്യും? ഇത് കൊടുക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ CPU ഓക്കെ എന്ന് പറഞ്ഞിട്ടുള്ള സിഗ്നൽ ബസ് ഗ്രാൻഡ് സിഗ്നലായിട്ട് അയക്കും. ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ റോള് CPU-ന് ഇല്ല. ഇവിടെ CPU-ന് പിന്നെ റോള് കഴിഞ്ഞു. പിന്നെ മെയിൻ പരിപാടികളൊക്കെ DMA ഏറ്റെടുക്കും. ഇനി ഇവിടെ DMA ട്രാൻസ്ഫർ സെറ്റിംഗ് സ്റ്റാർട്ട് ദ അഡ്രസ്സ് ഏതാണെന്ന് ചോദിക്കും. അപ്പോൾ പിന്നെ ഉള്ള ഓരോ ക്ലോക്ക് സൈക്കിളിലും ഡാറ്റ ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കും. DMA ആയിരിക്കും അവിടുത്തെ മാസ്റ്റർ റോൾ എന്ന് പറയുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. വൺസ് DMA കൺട്രോൾ ഈസ് മാസ്റ്റർ ഇറ്റ് ക്യാൻ പെർഫോം റീഡ് ആൻഡ് റൈറ്റ് സിഗ്നൽ. ആഫ്റ്റർ ട്രാൻസാക്ഷൻ ഈസ് ഫിനിഷ് DMA കൺട്രോൾ റിട്ടേൺസ് ബസ് ടു ദി CPU. ഇതിന് പിന്നെ നമ്മൾ എല്ലാം ഡാറ്റ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാലാണ് ഇൻഫർമേഷൻസിൻ്റെ റിക്വസ്റ്റൊക്കെ തിരിച്ചേൽപ്പിക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഡിവൈസുകളെയാണ് നമ്മൾ DMA എന്ന് വിളിക്കുന്നത്. അപ്പോൾ DMAയുടെ ഇതിൻ്റെ ഉള്ളിൽ DMA കൺട്രോളർ ഇൻക്ലൂഡ്സ് ഫോളോയിങ് 3 രജിസ്റ്റേഴ്സ്. നോർമലി 3 രജിസ്റ്ററുകളാണ് ഉണ്ടാവുക. ആദ്യത്തെ രജിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്രസ് രജിസ്റ്റർ എന്ന് പറയും. അഡ്രസ് രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ എവിടെ നിന്നാണ് നമ്മുടെ ഡാറ്റ റിക്വസ്റ്റ് വന്നിട്ടുള്ളത്, എവിടെ നിന്ന് എവിടേക്കാണ് പോകേണ്ടതെന്നുള്ള ഇൻഫർമേഷൻസ് ഒക്കെ സ്റ്റോർ ചെയ്യുന്ന അഡ്രസ് രജിസ്റ്റർ. ലെങ്ത് ഓഫ് ദി രജിസ്റ്റർ, എത്ര വേർഡ് ഡാറ്റയാണ് ട്രാൻസ്ഫർ ചെയ്യണമെന്നുള്ളത്. ഇനി സ്റ്റാറ്റസ് രജിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് വേറൊരു രജിസ്റ്റർ ഉണ്ടാവും. ആ രജിസ്റ്ററിലായിരിക്കും നിങ്ങളുടെ ഡാറ്റ അയക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ ഇല്ലയെന്ന്. ഓക്കെ, നമുക്കിനി അടുത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത് ഈ IO ഡിവൈസുകളെ കുറിച്ചാണ്. ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകളെ ജനറലായിട്ട് വിളിക്കുന്നതാണ് IO ഡിവൈസ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഏതൊക്കെയാണ് ഇൻപുട്ട് ഡിവൈസുകൾ, ഏതൊക്കെയാണ് ഔട്ട്പുട്ട് ഡിവൈസുകളെന്നും. സാധാരണ നിങ്ങളുടെ സിസ്റ്റത്തിൽ വരുന്ന കീബോർഡ് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. നമ്മൾ എംബഡ് സിസ്റ്റം ആകുമ്പോൾ എംബഡ് സിസ്റ്റമായി റിലേറ്റഡ് ആയിട്ട് വരുന്ന ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസുകളാണ് നമ്മൾ അറിയേണ്ടി വരിക. നോർമലി നമുക്കൊരു കുറച്ച് കാറ്റഗറീസ് ഉണ്ട്. ഇപ്പോൾ ഇതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈമേഴ്സ് ആൻഡ് കൗണ്ടേഴ്സ്, അതൊരു ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകളാണ്. അതിൽ ടൈമറും കൗണ്ടറുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻപുട്ട് ഔട്ട്പുട്ടായിട്ട് എങ്ങനെ വർക്ക് ചെയ്യും എന്നുള്ളതിന് അതിൻ്റെ ഓപ്പറേഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് പറയാൻ പറ്റുള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ ചില ടൈമറും കൗണ്ടറും തമ്മിലുള്ള വ്യത്യാസം എന്താ വെച്ച് കഴിഞ്ഞാൽ ടൈമറിൽ നമുക്കൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു വാല്യൂ സെറ്റ് ചെയ്ത് വെക്കും. എന്നിട്ട് ആ വാല്യൂ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ അലാം സെറ്റ് ചെയ്യണം നിങ്ങളുടെ മൊബൈലിൽ, അതൊരു ടൈമർ ഫംഗ്ഷനാണ്. ആ വാല്യൂ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കറക്റ്റ് സമയത്ത് കഴിഞ്ഞാൽ ആ സമയത്ത് വർക്ക് ചെയ്യിക്കും. ഇനി കൗണ്ടർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പ്രത്യേക സമയത്തിൻ്റെ അകത്ത് ഒരു കാര്യം ചെയ്യുകയാണ്. ഇപ്പോൾ നിങ്ങളുടെ കേസിൽ നിങ്ങളുടെ അടുത്ത് ഒരു 50 തവണ ഇമ്പോസിഷൻ എഴുതാൻ പറഞ്ഞു, 10 മിനിറ്റ് കൊണ്ട് എഴുതാൻ പറഞ്ഞു. അങ്ങനെ 10 മിനിറ്റ് കൊണ്ട് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഇമ്പോസിഷൻ എഴുതുന്നത് ഓരോന്ന് എഴുതി വന്നു. 10 മിനിറ്റ് കൊണ്ട് നിങ്ങൾ ചെയ്തിട്ടുള്ളത് ഒരു 30 തവണയാണെന്ന് വിചാരിച്ചാൽ. അപ്പോൾ ആ ഓരോ തവണയും നിങ്ങൾ കഴിയുമ്പോൾ അത് കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ 10 മിനിറ്റ് കൊണ്ട് എഴുതാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ ഒരു അര മിനിറ്റ് കൊണ്ടായിരിക്കും നിങ്ങൾക്ക് ഒരെണ്ണം എഴുതാൻ പറ്റിയിട്ടുണ്ടാകും. ചിലത് മറ്റേത് അടുത്ത ലൈൻ എഴുതുമ്പോൾ 40 സെക്കൻഡ് എടുത്തുണ്ടാവാം.
അങ്ങനെ ഓരോരോ സെക്ഷനുകൾ മാറി മാറി വരാം. അപ്പോൾ അങ്ങനെ ഓരോ സമയത്തും എത്രത്തോളം നടന്നു എന്നുള്ളത് കൗണ്ട് ചെയ്യിപ്പിക്കുന്നതിനാണ് കൗണ്ടേഴ്സ് പറയുന്നത്. ഒരു പർട്ടിക്കുലർ ടൈമിൽ ഒരു ഇവൻറ്റ് എത്ര തവണ റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ടിരുന്നു, അതിനെയാണ് നമ്മൾ കൗണ്ടേഴ്സ് വിളിക്കുന്നത്. ഒരു ടൈം കൊടുത്തു കഴിഞ്ഞാൽ ആ ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ഇവൻ്റാണ് നടക്കേണ്ടത് അതിനെയാണ് നമ്മൾ ടൈമേഴ്സിൻ്റെ കൊണ്ട് നടക്കുക. അതായത് ടൈം ഒരു 1 മില്ലി സെക്കൻഡ് അല്ലെങ്കിൽ 50 മില്ലി സെക്കൻഡ് ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു LED ഓൺ ആവണം. അപ്പോൾ ടൈമർ ഫംഗ്ഷനാണ് വരിക. അല്ലാന്നുണ്ടെങ്കിൽ വേറെ കൗണ്ടർ ഫംഗ്ഷൻ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര തവണ ഒരു ഡിവൈസ് ഓപ്പറേഷൻ നടന്നു, എത്ര തവണ ആ ഡിവൈസ് ഓണായി, എത്ര തവണ ഓഫായി എന്നുള്ള കാര്യങ്ങൾ കൗണ്ട് ചെയ്തെടുക്കുന്നതിനാണ് കൗണ്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ടൈമേഴ്സും കൗണ്ടേഴ്സും നമ്മൾ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകളായിട്ട് തന്നെ വർക്ക് ചെയ്യിപ്പിക്കാം. അടുത്തത് വേറെ ഡിവൈസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫിഗർ നിങ്ങൾക്ക് വരയ്ക്കാൻ നിൽക്കണ്ട, ജസ്റ്റ് ഇതിൻ്റെ ഡീറ്റെയിൽസ് മാത്രം പറഞ്ഞാൽ മതി. കൗണ്ടറും ടൈമറും എന്തിനും ഉപയോഗിക്കുന്നുള്ള കാര്യം പറഞ്ഞാൽ മതി. ഇനി അടുത്തത് അനലോഗ് ടു ഡിജിറ്റൽ കൺവെർട്ടർ ആൻഡ് ഡിജിറ്റൽ ടു അനലോഗ് കൺവെർട്ടർ, ADCയും DACയും. നോർമലി ഇത് പലതരത്തിലുള്ളതുണ്ട്. സാധാരണ വരിക അനലോഗ് ടു ഡിജിറ്റൽ കൺവെർട്ടർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പുറത്തുനിന്നുള്ള ഒരു സെൻസർ വാല്യൂകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും സാധാരണ ഉണ്ടാവുക ജനറലൈസ്ഡുള്ള വാല്യൂസൊക്കെ അനലോഗ് ഫോമാറ്റിലായിരിക്കും. അത് ഒരു എംബഡ് സിസ്റ്റത്തിലേക്ക് ഒരു പ്രോസസ്സറിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ അത് ഡിജിറ്റലായിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ അങ്ങനെ കൺവേർട്ട് ചെയ്യുന്ന യൂണിറ്റുകൾ നോർമലി മൈക്രോ പ്രോസസ്സറിൻ്റെയോ മൈക്രോ കൺട്രോളറിൻ്റെ ഉള്ളിൽ ചിലതിൽ ഒരുവിധം ഇപ്പോൾ വരുന്ന എല്ലാ അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് ഉള്ളതാണ്. ADC ഓൾറെഡി ഉള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഡിവൈസിൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരിക്കും. അപ്പോൾ ഇൻബിൽട്ട് ആയിരിക്കും അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഡിവൈസുകൾ ആ പുറത്തുനിന്നുള്ള വാല്യൂ റീഡ് ചെയ്യും, അത് കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിലേക്ക് കൊടുക്കും. അങ്ങനെയുള്ള ഡിവൈസിനെയാണ് അനലോഗ് ടു ഡിജിറ്റൽ കൺവെർട്ടർ. അപ്പോൾ ഡിജിറ്റൽ ഡാറ്റ കമ്പ്യൂട്ടറിലേക്ക് എത്തിക്കുക. ശരിക്കും അതൊരു ഇൻപുട്ട് ഡിവൈസ് പോലെയാണെങ്കിൽ നമുക്ക് വിളിക്കാം. ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ നേരെ തിരിക്കുന്നതാണ്. കമ്പ്യൂട്ടറിൻ്റെ കയ്യിലുള്ള ഡിജിറ്റൽ ഇൻഫർമേഷനെ അനലോഗ് ഇൻഫർമേഷനാക്കി മാറ്റുക, പുറത്തുള്ള എന്തെങ്കിലും സാധനത്തിലേക്ക് മാറ്റുക. ഇപ്പോൾ റിലേ, ലൈറ്റ്, LED ഇതൊക്കെ ഡിജിറ്റൽ ഇൻഫർമേഷനായി വന്നിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ പുറത്തേക്ക് അനലോഗ് ഇൻഫർമേഷനായി മാറ്റുമ്പോഴാണ് അത് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള സാധനങ്ങൾ നമ്മൾ കമ്പ്യൂട്ടറിലുള്ള ഇൻഫർമേഷൻ അനലോഗ് ഇൻഫർമേഷൻ ആയിട്ട് വോൾട്ടേജ് ആയിട്ട് മാറ്റുക അല്ലെങ്കിൽ കറണ്ടായിട്ട് മാറ്റുക, അത്തരത്തിൽ ഉപയോഗിക്കുന്നതിനാണ് ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ എന്നും. പുറത്തുനിന്നുള്ള ഇൻഫർമേഷനെ കൺവേർട്ട് ചെയ്ത് കമ്പ്യൂട്ടറിൻ്റെ മെത്തേഡിലേക്ക് മാറ്റുന്നതിനെ അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ എന്നും വിളിക്കും. അപ്പോൾ അത്തരത്തിലുള്ള സാധനം ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസാണ്. ഇനി അടുത്തത് നമുക്കറിയണം കീബോർഡ്. പലതരത്തിലുള്ള കീബോർഡുകളുണ്ട്. പുഷ് ബട്ടണുകൾ ഉണ്ടായിരിക്കും. ഒരു ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമുക്ക് പ്രോഗ്രാം എഴുതാൻ പറ്റും. ഇത് കൂടാതെ നിങ്ങളുടെ റോയിങ് കോളം മെട്രിക്സ് കീബോർഡുകളുണ്ട്. അതായത് ഒരു മെട്രിക്സിൻ്റെ ഒരു സ്ഥലത്ത് നമ്മൾ ഒരു വോൾട്ടേജും ഒരു സ്ഥലത്ത് ഗ്രൗണ്ട് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എപ്പോഴെങ്കിലും ഈ സ്വിച്ച് അമർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വോൾട്ടേജ് കൊടുത്തിട്ടുള്ള സ്ഥലത്ത് കൂടെ വോൾട്ടേജ് ഈ സ്വിച്ചിലൂടെ കടന്നുപോയി ഗ്രൗണ്ടിലേക്ക് പോകും. അപ്പോൾ അങ്ങനെ എവിടെയൊക്കെയാണ് ചേഞ്ച് ആയതെന്ന് കണ്ടെത്തിയിട്ട് ഏത് സ്വിച്ചാണ് പ്രസ് ചെയ്തതെന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും. അപ്പോൾ അങ്ങനെ ഡിറ്റക്റ്റ് ചെയ്യുന്ന കീബോർഡുകളെയാണ് മെട്രിക്സ് കീബോർഡ് എന്ന് പറയുക. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഇതാണ് പറഞ്ഞിട്ടുള്ളത്. സ്കാൻ ചെയ്യാനും അതായത് റോ വൈസും കോളം വൈസും നമുക്ക് വാല്യൂസ് കൊടുക്കും. അതിനനുസരിച്ചിട്ട് ഇവിടെ ഒരു സ്വിച്ച് അമർത്തുന്നതിനനുസരിച്ചിട്ട് നമ്മൾ ഇതാണ് സ്വിച്ച് എന്ന് പറയുന്നത്. ഇത് അമർന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന സപ്പോസ് നമ്മൾ 5 വോൾട്ട് കൊടുത്തു എന്നിരിക്കുക. ഈ ഏരോട്ടുള്ള സ്ഥലത്ത് 5 വോൾട്ട് കൊടുത്തുന്നുണ്ടെങ്കിൽ ആ 5 വോൾട്ട് ഇവിടെ വരെ വന്ന് നിൽക്കുകയുള്ളൂ. അപ്പോൾ അത് നമുക്കറിയില്ല. അപ്പോൾ ഇതിനെ ഗ്രൗണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ റോ ഗ്രൗണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്വിച്ച് അമർത്തി കഴിഞ്ഞാൽ എന്തുണ്ടാവും, ഈ 5 വോൾട്ട് ഇതിലൂടെ ഇറങ്ങി ഈ റോയിലൂടെ താഴത്തേക്ക് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റും ഏതാണ് ഇത്രയും നേരം 5 ആയിട്ട് നടന്ന് എപ്പോഴാണ് ലോ ആയിപ്പോയെന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് ഏത് കീ ആണ് പ്രസ് ചെയ്തതെന്ന് കണ്ടെത്താൻ പറ്റും. ജസ്റ്റ് കീബോർഡിൻ്റെ ഫംഗ്ഷൻ പറഞ്ഞാൽ മതി. നിങ്ങൾ മൈക്രോസറിൻ്റെ കഴിഞ്ഞ സെമിസ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരിക്കുന്നതാണ്. 805ൻ്റെ ഇൻ്റർഫേസിങ്ങിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ജസ്റ്റ് ഇതിനൊരു ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസായിട്ട് ഉപയോഗിക്കുന്നത് കീബോർഡ് വേറൊരു ഡിവൈസാണ്. പിന്നെ LED ഒരു ഔട്ട്പുട്ട് ഡിവൈസാണ്. നമ്മൾ എന്തെങ്കിലും ഇൻഫർമേഷൻ നേരത്തെ നമ്മൾ പറഞ്ഞു ഡിജിറ്റലായിട്ടുള്ള ഇൻഫർമേഷനെ ഡിജിറ്റൽ ഇൻഫർമേഷൻ നമ്മുടെ കയ്യിലുണ്ട്. ഇപ്പോൾ സപ്പോസ് നമ്മുടെ വോൾട്ടേജുകൾ ഒരു നമ്പർ വന്നു, പർട്ടിക്കുലർ നമ്പറിന് മുകളിലുള്ള വോൾട്ടേജ് ആണെന്നുണ്ടെങ്കിൽ LED കത്തണം എന്നുണ്ടെങ്കിൽ ആ LED കറസ്പോണ്ട് ചെയ്തിട്ടുള്ള ഒരു വോൾട്ടേജ് നമ്മൾ ജനറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ നമുക്ക് വേണം. അപ്പോൾ അത്തരത്തിലുള്ള ഡിവൈസാണ് ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ. LED കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഔട്ട്പുട്ടായിട്ട് ഡിവൈസായിട്ട് കിട്ടും. LED എന്ന് പറയുന്നത് ഒരു ഔട്ട്പുട്ട് ഡിവൈസാണ്. ഇനി അടുത്തത് ഡിസ്പ്ലേ യൂണിറ്റ്സുകളാണ്. വേറെ പലതരത്തിലുള്ള ഡിസ്പ്ലേ യൂണിറ്റുകളുണ്ട്. 7 സെഗ്മെൻറ്റ് ഡിസ്പ്ലേ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. 7 സെഗ്മെൻറ്റ് ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ 7 സെഗ്മെൻറ്റ് ഉണ്ടായിരിക്കും. ആ സെഗ്മെൻറ്റിൽ ഓരോ LEDകളെയും ഓൺ ആക്കുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ഡിസ്പ്ലേ ചെയ്തുകൊണ്ടിരിക്കും. അതൊരു വേറൊരു ഔട്ട്പുട്ട് ഡിവൈസാണ്. പിന്നെ നിങ്ങൾ ടച്ച് സ്ക്രീൻ നിങ്ങളുടെയൊക്കെ കമ്പ്യൂട്ടർ മൊബൈൽ ഫോൺ അല്ലെങ്കിൽ പുതിയ ലാപ്ടോപ്പുകളുടെയൊക്കെ സ്ക്രീനുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടച്ച് ചെയ്തിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതൊരു ഇൻപുട്ട് ഡിവൈസായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് IO ഡിവൈസുകളുടെ കുറച്ച് എക്സാമ്പിൾസാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. വേറെ പ്രത്യേകിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നുമില്ല. ഏതൊക്കെയാണ് IO ഡിവൈസുകൾ, എന്തൊക്കെയാണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഓപ്പറേഷൻസ് എന്നുള്ളത് ജസ്റ്റ് ബ്രീഫായിട്ട് പറഞ്ഞാൽ മതി. അതിൻ്റെയും ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും ചോദിക്കില്ല. ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസേ ചോദിക്കുള്ളൂ. എന്താണ് IO ഡിവൈസ്, വാട്ട് ഈസ് ഇൻപുട്ട് ഡിവൈസസ്, വാട്ട് ഈസ് ഔട്ട്പുട്ട് ഡിവൈസസ്, മാക്സിമം എത്ര രീതിയിൽ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ പറഞ്ഞ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പേരുകൾ പറയാം.
അടുത്ത നമുക്ക് ഇൻട്രപ്റ്റ് ആണ്, നമുക്ക് അടുത്ത ദിവസം നോക്കാം.